അബുദാബിയിൽ ചന്ദ്രക്കല കണ്ടു. ഷാബാൻ മാസത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ചന്ദ്രക്കലയാണ് അബുദാബിയിലെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം ഇന്ന് രാവിലെ UAE സമയം 8:15 പകർത്തിയത്. അതേസമയം നാളെ വൈകുന്നേരം 6 മണിക്ക് അബുദാബിയിലെ ഖസർ അൽ ഹോസ്നിയിൽ നടക്കുന്ന മൂൺ സൈറ്റിംഗ് കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി റംദാൻ മാസപ്പിറവി കാണാൻ UAE കൗൺസിൽ ഫോർ ഫത്വ താമസക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മഗ്‌രിബ് പ്രാർത്ഥനയ്ക്ക് ശേഷം നിരീക്ഷണാലയങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പൊതുജന സമർപ്പണങ്ങളും അവലോകനം ചെയ്ത് കമ്മിറ്റി റംദാൻ മാസത്തിൻ്റെ ആരംഭം സ്ഥിരീകരിക്കും. ഉമ്മുൽ ഖുവൈനിലെ സർക്കാർ ജീവനക്കാർക്ക് വിശുദ്ധ റംദാൻ മാസത്തിൽ 3 ദിവസത്തെ വാരാന്ത്യ അവധി. അമീരി ദിവാൻ ഇന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതനുസരിച്ച് സർക്കാർ ഓഫീസുകൾ തിങ്കൾ മുതൽ വ്യാഴം വരെയായിരിക്കും പ്രവർത്തിക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ അവധിയായിരിക്കും. റംദാൻ സാലിക് സമയത്തിൽ മാറ്റം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ പീക്ക് നിരക്കായി 6 ദിർഹവും, രാവിലെ 7 മുതൽ 9 വരെയും വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 2 വരെയും ലോ പീക്ക് നിരക്കായി 4 ദിർഹവുമാണ് റംദാൻ മാസത്തിൽ ഈടാക്കുന്നത്. ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ 6 ദിർഹവും, രാവിലെ 7 മുതൽ 9 വരെയും വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 2 വരെയും 4 ദിർഹവുമായിരിക്കും നിരക്ക്. പുലർച്ചെ 2 മുതൽ രാവിലെ 7 വരെ സാലിക് സൗജന്യമാണ്. സൗദിയിൽ പുതിയ നിയമം. വീട്ടുജോലിക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നാൽ ഇനി മുതൽ 60 ദിവസത്തിനുള്ളിൽ പദവി നിയമവിധേയമാക്കണം. തൊഴിൽ കരാർ പരിഷ്കരണ നടപടികളുടെ ഭാഗമായി സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പുതിയ മാറ്റം പ്രഖ്യാപിച്ചത്. ഷാർജ പൈതൃകോത്സവം സമാപിച്ചു. പാരമ്പര്യത്തനിമയും മഹത്വവും കലയും സംസ്കാരവും സമന്വയിക്കുന്ന പൈതൃകോത്സവത്തിൻ്റെ പ്രധാന വേദി ഹെറിറ്റേജ് വില്ലേജിലെ ഹാർട്ട് ഓഫ് ഷാർജയായിരുന്നു. കോർഫക്കാൻ, കൽബ, ദിബ്ബ എന്നിവയുൾപ്പെടെ ഷാർജ എമിറേറ്റിലെ 7 പ്രദേശങ്ങളിലാണ് ഉത്സവമേളം അരങ്ങേറിയത്. 12 ദിവസം നീണ്ടുനിന്ന മേള ഇന്നലെ സമാപിച്ചു. സൗദിയിൽ തിരുവല്ല സ്വദേശി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. 3.5 പതിറ്റാണ്ടിലേറെയായി സൗദിയിലെ ജുബൈലിൽ പ്രവാസിയായിരുന്ന തിരുവല്ല കവിയൂർ നിലയ്ക്കൽ വീട്ടിൽ പ്രസാദ് മോഹനാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. ജുബൈലിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പൊന്നാനി ഈശ്വരമംഗലം പറമ്പത്ത് ഗോപാലകൃഷ്ണൻ നായർ അന്തരിച്ചു. കോൺഗ്രസ് പ്രവർത്തകനും കണ്ടുകുറുമ്പക്കാവ് ക്ഷേത്ര ഭാരവാഹിയുമായിരുന്നു. പ്രമുഖ ഗസൽ സിനിമാ പിന്നണി ഗായിക സോമ ബാനർജി ചക്രവർത്തിയും സംഗീത സംവിധായകൻ രഘുപതിയും ഒരുക്കിയ ഗീത് ഗസൽ സംഗീത സന്ധ്യ ചാനൽ 5+ ചെയർമാൻ ഒമർ അലി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ മലയാളി ബിസിനസ് കമ്മ്യൂൺ വൈസ് ചെയർമാൻ ജോസ് പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാനൽ 5+ വൈസ് ചെയർമാൻ അബ്ദുൽ കലാം സ്വാഗതവും അസോസിയേറ്റ് എഡിറ്റർ റിയാസ് നന്ദിയും പറഞ്ഞു. ചാനൽ 5+ സംഘടിപ്പിച്ച പരിപാടിയിൽ ജമീൽ ലത്തീഫ്, അബ്ദുൽ കലാം, അഡ്വക്കേറ്റ് അസ്ലം മുനമ്പത്ത്, ഡോക്ടർ പ്രദീപ് ചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.